നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. റിങ്കു സിംഗ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രശസ്തിയിലേക്ക് ഉയരുന്നത് ഒരു IPL മത്സരത്തിൽ അവസാന ഓവറിൽ 5 സിക്സ് അടിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ്. അന്ന് നിതീഷ് റാണയാണ് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ. അന്ന് റിങ്കു സിംഗ് കാണിച്ച അത്ഭുത പ്രകടനം, അങ്ങനെയാണ് റിങ്കു സിംഗ് ഇന്ത്യൻ ടീമിലൊക്കെ എത്തുന്നത്, അങ്ങനെ പ്രശസ്തനാകുന്നത്. ഈ IPL സീസണിലൊട്ടാകെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റിങ്കു സിംഗിന് കൂടുതൽ അവസരങ്ങൾ കിട്ടാറില്ലായിരുന്നു ബാറ്റ് ചെയ്യാൻ. 5-ന് ശേഷം വരികയും വളരെ കുറച്ച് ഒരു ഓവറൊക്കെ പരമാവധി കളിക്കാനുണ്ടാകുമായിരുന്നുള്ളൂ. അതിൽ തന്നെ അദ്ദേഹം പരമാവധി ചെയ്യാവുന്നത് ചെയ്യും. കുറച്ച് പന്തുകളെ കിട്ടാറുള്ളൂ അദ്ദേഹത്തിന് കളിക്കാൻ. ആ പന്തുകളിൽ അദ്ദേഹം പരമാവധി അടിച്ചെടുക്കാവുന്ന റണ്ണുകൾ അടിച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് കൊൽക്കത്ത വലിയൊരു തകർച്ചയെ നേരിട്ടു. ആദ്യത്തെ 4 ടോപ്പ് ഓർഡർ ബാറ്റർമാരും പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ റിങ്കു സിംഗിന് അവസരം കിട്ടി നേരത്തെ വരാനും കളിക്കാനും. അത് അദ്ദേഹം കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. ആ ഇന്നിങ്സ് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത് ആദ്യം പതുക്കെ കളിച്ച് അവസാനമാണ് അടിച്ച് തകർക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് അവസാനത്തെ ഓവറിൽ ലെഗ് സ്പിന്നർ റാട്ടിയെ 4 സിക്സറിനാണ്. അന്നത്തെ മുൻപ് യഷ് ദയാലിനെ 5 സിക്സർ അടിച്ചത് ഓർമ്മിപ്പിച്ച് പ്രകടനമായിരുന്നു. 4 സിക്സർ അടിച്ചിട്ടാണ് അദ്ദേഹം ആ ഓവർ റാട്ടിയുടെ ഓവറിനെ തകർത്ത് കളഞ്ഞത്. ആ റണ്ണുകളാണ് കൊൽക്കത്തയെ മാന്യമായ സ്കോറിൽ എത്തിച്ചത്. എന്തായാലും റിങ്കു സിംഗിന് അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ഗംഭീരമായി കളിക്കുന്നു. 51 പന്തിലാണ് 83 റൺ അടിച്ചത്, പുറത്തായിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും റിങ്കു സിംഗിന് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കുറച്ചുകൂടി മുകളിലേക്ക്, ബാറ്റിംഗ് ഓർഡർ മുകളിലേക്ക് കയറ്റിവിടാൻ കൊൽക്കത്ത തയ്യാറായാൽ കൂടുതൽ നല്ല മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് കാണാനും അതുവഴി ടീമിന് വലിയ ഗുണകരമാകാനും സാധ്യതയുണ്ട്.